ചിലപ്പോ അവളെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് അവനും ജയിലിൽ പോയി കിടന്നായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി അവിടേക്ക് പോകാൻ വലിയ ഭയമൊന്നും അവന് കാണത്തില്ല. അവക്കൊപ്പം അവിടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവളെ കൊന്ന് അന്തസ്സായിട്ട് ജയിലിൽ കിടക്കുന്നതാ. എങ്ങനെ വളർന്ന കൊച്ചനാ? കണ്ണന്റെ തണലിൽ അന്തസ്സായിട്ടല്ലേ ജീവിച്ചത്, പിന്നെ പഠിച്ചതും. എന്നിട്ടെല്ലാം തൊലച്ചു കളഞ്ഞു. അതിനെ അവ മാത്രമല്ല കാരണക്കാരൻ. നിങ്ങളുടെ മോളെ അവരെ തലയിൽ കെട്ടിവെച്ച അന്ന് മുതലാ അവന്റെ ദുരന്തം തുടങ്ങിയത്. ഡോക്ടർ മരുമകനെ കിട്ടിയപ്പോ തന്നെ അവനൊരു ആശുപത്രി അങ്ങ് വാങ്ങിക്കൊടുത്തു. അത് മറ്റൊരു പരാജയമായി. ചുരുക്കി പറഞ്ഞ മാമനും മാമിയും മോളും കൂടെ ഒരുത്തനെ അങ്ങ് തൊലച്ചു. പിന്നെ അവന്റെ ജീവിതത്തിൽ കണ്ണന്റെ ശാപമുണ്ട്. കണ്ണ മനസ്സൊരുക്കി ഒരിക്കലും പ്രാർത്ഥിക്കില്ല അവൻ കുത്തുപാലെടുക്കണമെന്ന്. പക്ഷേ മോളിലൊരാളെല്ലാം കാണുന്നുണ്ട്. പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നേരെ പപ്പൻ പറഞ്ഞത്. അവക്ക് പറ്റിയ പയ്യൻ ആ ദീപനായിരുന്നു. അവൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് വരെ എല്ലാരും കാത്തിരുന്നാ മതിയായിരുന്നു. ആരാ പറഞ്ഞത് അവക്ക് പറ്റിയ പയ്യൻ ദീപനാണെന്ന്? അവനും മാന്യനായ ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവനും എന്തെങ്കിലും കുറവുണ്ടെന്ന് അവക്ക് തോന്നും. ഈ നിധി കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അതിന് മതിപ്പില്ലാന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാ നിങ്ങളുടെ മോള്. അങ്ങനെയുള്ളവളുമാര് ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. അവളുമാരെ കെട്ടുന്ന ആണുങ്ങളുണ്ടല്ലോ, തീ പിടിച്ച മനസ്സുമായിട്ട് തെക്ക് വട കലയേണ്ടി വരും. ഉണ്ണേട്ടൻ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ തൊഴുതിട്ട് ഇപ്പ വരാം. വേണ്ട കാർത്തു, നിങ്ങൾ പോയി തൊഴുതിട്ട് വാ. ഇടയ്ക്ക് കടയിലേക്കൊക്കെ വന്നോടെ ഉണ്ണിക്ക്. ചിലപ്പോ വേണ്ടിവരും. ഉണ്ണിക്ക് എപ്പോ വേണേലും അങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് ഉണ്ണിയോട് ഒരു ദേഷ്യമില്ല. അങ്ങനെയുള്ള ഏട്ടനെയും അടുത്തിയും കാർത്തുനെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. കരുണമാമയും വിജിതയും മാമിയും ഒക്കെ ഏത് സ്വഭാവക്കാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നാലും അതിനൊരു പരിധിവരെ സഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്കാവും. എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ചെയ്തതൊക്കെ ഒരിക്കലും നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. അതിനുള്ള ശിക്ഷ എനിക്ക് ഒരുപാട് കിട്ടി. ദീപേട്ടൻ പിന്നെ അങ്ങോട്ട് വന്നായിരുന്നോ? ഞാൻ കണ്ടില്ല. ചിലപ്പോ വന്നു കാണും. ദീപൻ അങ്ങോട്ട് വരണമെന്ന് ഉണ്ണി പറഞ്ഞെങ്കിലും കണ്ണേട്ടനും പപ്പേട്ടനും ഒക്കെ വിലക്കായിരുന്നു. ഒരിക്കലും അങ്ങോട്ട് പോരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ഇനി എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. ദീപേട്ടൻ വരാത്തതിന്റെ പേരില് അവൾ ഒരുപാട് ഉണ്ണേട്ടനെ ശല്യം ചെയ്യുന്നുണ്ടല്ലേ? ഇനിയിപ്പോ എന്നെ ശല്യം ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ദീപനെ ആരും വിലക്കണ്ട. അവൻ അവിടെ വന്ന് താമസിച്ചോട്ടെ. എന്തിനാ അവൻ താമസിക്കാതിരിക്കുന്നത്? അവന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ടാ ഞാൻ കാർത്തിനോട് പറഞ്ഞത് ദീപൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന്. അവിടെ പിന്നെ എങ്ങനെ ഉണ്ണി നീ താമസിക്കുന്നത്? താമസിക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അവനെ ചിലപ്പോ വീണ്ടും വിചാരം ഉണ്ടായിക്കണം. മിക്കവാറും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരിക്കും അല്ലേ? ഇനിയിപ്പോ ഇറങ്ങിയോന്ന് ആർക്കറിയാം? കരുണനെ പുറത്താക്കിയ പോലെ അവനെ ചിലപ്പോ പുറത്താക്കി കാണും. കരുണന്റെ കാര്യം നീ അറിഞ്ഞോ? ഇന്നേ വിശ്വന്റെ കാറിന്റെ കാറ്റയാൾ അഴിച്ചുവിട്ടു. വിശ്വ നല്ല ഇടി കൊടുത്തു അറിഞ്ഞത്. എന്തിനാ അയാൾ ഭ്രാന്ത് അഭിനയിക്കുകയാണോ? ശരിക്കും അയാൾ അങ്ങനെ ആയോ? ആ ഒന്നും അറിയില്ല. എന്തായാലും നിന്നെ വിഷമിപ്പിച്ചവർക്കെല്ലാം ഇപ്പൊ 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ആർക്കും അങ്ങനെ പണി കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് നിനക്കറിയാവുന്നല്ലേ? എടാ, നമുക്ക് ആഗ്രഹമില്ലെങ്കിലും എല്ലാം അറിയുന്ന ദൈവം അവരെ ഒന്നും വെറുതെ വിടത്തില്ല. ഇനിയൊരുത്തനുണ്ട് ഇതുപോലെ ചതിയും വഞ്ചനയും നടക്കുന്ന ഒരുത്തൻ, ആ ഡോക്ടർ ജീവൻ. അയാളുടെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ രണ്ടും കെട്ട അവസ്ഥയിലായിരിക്കുക. അയാളുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ പാപ്പ. എന്തായാലും അരുൺ സാറിനും അപ്പച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ നമ്മൾ സ്നേഹിക്കാനോ ന്യായീകരിക്കാനോ പാടില്ല. അയാള് മഞ്ജു സ്വന്തം മോളല്ലെന്ന് അറിഞ്ഞതിന് ശേഷം അയാളുടെ മോളെ അന്വേഷിച്ച് നടക്കുക. എനിക്ക് വല്ലാത്ത പേടിയായി മാറിയിരിക്കുക. ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട് അയാള് കാർത്തൂന്റെ അടുത്തെത്തിന്ന്. കാലിന്ന് വിട്ടെ. നീ എന്താ ഇവിടെ?
ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ വന്ന് എന്റെ കാല് പിടിക്കുന്ന എന്തിനാന്ന്? മോനെ ഉണ്ണി. എന്താ? ആരുടെ മോൻ? ആരുടെ മോനെ അമ്മേ? അമ്മയെ തൊഴുത്തിട്ട് ഇവൻ അമ്മയുടെ മോനാണോ? തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയി. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. അറിയാതെ അല്ല, അറിഞ്ഞു തന്നെ. അമ്പലത്തിൽ വെച്ച് പവിത്ര നിന്നെ കണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. മോന് നല്ല സങ്കടം ഉണ്ടെന്നാ പറഞ്ഞേ. എന്തു പറ്റി മോനെ? ഞാൻ നമ്മുടെ തറവാടിന്റെ പടി ഇറങ്ങി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലൊന്നും അല്ല. ഞങ്ങളല്ല അത് പ്രതീക്ഷിച്ചിരുന്ന. കിടക്കാൻ സ്ഥലമില്ലാതായി, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഒരിക്കലുമല്ല. ഇനി ഞാൻ കണ്ണേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തിനും. പിന്നെന്താ പരിപാടി? അറിയാവുന്ന ജോലി ഇനി ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടേക്കാ പോന്നെ? ഒന്നും തീരുമാനിച്ചില്ല. എന്റെ അമ്മയോടോ നമ്മുടെ അച്ഛനോടോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം എന്നെ ശിക്ഷിക്കില്ല. പക്ഷെ ഏട്ടനോട് കാണിച്ച നന്ദികേടിനാ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നത്. ഞാൻ ശരിക്കും തകർന്നു. സ്വത്തിന്റെയും പണത്തിന്റെയും പിന്നാലെ പോയപ്പോ ഏട്ടന്റെ സ്നേഹവും കരുതലും കാണാൻ എനിക്ക് പറ്റിയില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. എപ്പ വേണമെങ്കിലും ഇവിടെ വരാം. ആഹാരമൊക്കെ കഴിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കഴിച്ചിട്ട് തിരിഞ്ഞു കൊത്തരുതെന്ന് മാത്രം. ഉണ്ണി, ഇനി എന്താ പരിപാടി? എങ്ങോട്ടാ പോകുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആർക്കും ഒരു ശല്യം ചെയ്യാതെ ജീവിക്കണം. ഇവിടെ കൂടിക്കോ. വേണമെങ്കിൽ എന്റെ വീട്ടിലോ കണ്ണന്റെ വീട്ടിലോ കിടക്കാം. നിനക്കറിയാലോ, നിന്നെയും കാർത്തൂനെയൊക്കെ മക്കളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ പണ്ട് വിളവെടുപ്പൊക്കെ നടക്കുമ്പോ എനിക്ക് കിട്ടുന്നതിന്റെ പകുതി കൂടി ഞാൻ കണ്ണന്റെ കൈ കൊടുക്കുന്നത്. അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ തിരിച്ച് ഞാൻ നന്ദി കാണിച്ചില്ലല്ലോ പപ്പേട്ട. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഈ ലോകത്തിന്റെ ഏത് കോണി പോയി നീ ജീവിച്ചാലും എത്ര വലിയവനായാലും ഓർക്കേണ്ട ഒരു മുഖം മാത്രമേ ഉള്ളൂ. അതിന്റെ ഏട്ടന്റെ മുഖമാ. സാധാരണ എല്ലാവരും രാവിലെ പണിക്കിറങ്ങിയ അന്ത്യാവുന്നതിന് മുമ്പ് വീടിനകത്ത് കയറും. പക്ഷേ കണ്ണൻ രാത്രിയായാലും പാടത്തും പറമ്പിലും തന്നെയായിരുന്നു. കണ്ണൻ മാത്രമല്ല, കൂട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പോഴൊക്കെ കണ്ണൻ പറയുമായിരുന്നു, ഉണ്ണി ഡോക്ടറായി കാർത്തൂനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവന്റെ ഏട്ടൻ മണ്ണിൽ പണിയെടുക്കുന്നത് അവന് കുറച്ചിലായിരിക്കുമെന്ന്. അതുകൊണ്ട് കട മാത്രമായിട്ട് ഒതുങ്ങണമെന്ന്. പക്ഷെ നീ ഡോക്ടറായിട്ട് ഇറങ്ങിയപ്പോ സംഭവിച്ച ദുരന്തം മരണത്തേക്കാൾ ഭീകരമായിരുന്നു ഉണ്ണി. ആ ദിവസങ്ങളൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതിൽ ഞാനവനെ പഴിക്കില്ല. വിജിതയെ പോലെ ഒരു ഭാര്യയെ ആരായാലും കൊല്ലാൻ നോക്കും. ഇത്രയും നാൾ അവനത് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത്. നമ്മൾ അതൊന്നും കേട്ട് സന്തോഷിക്കണ്ട സാറേ. എല്ലാ മനുഷ്യർക്കും നല്ലതും ചീത്തയും ഒക്കെ വരും. ആ സമയത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. എടോ, അതുകൊണ്ടല്ലേ ഞാൻ പല ജോലിയും പറഞ്ഞത്. ഡോക്ടർ ആവാൻ പോയതാ അവന് പറ്റിയ കുഴപ്പം. പഠിച്ച ജോലി ശോഭിച്ചതുമില്ല, മറ്റൊന്നും ചെയ്യാൻ അറിയൂല. എന്തായാലും ഉണ്ണേട്ടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഒന്നിച്ച് കളിച്ചു വളർന്നതല്ലേ. മെഡിസിന് പഠിക്കാൻ പോയതിനു ശേഷമാ സ്വഭാവത്തിൽ മാറ്റം വന്നത്. അതുവരെ എന്നെ വലിയ സ്നേഹമായിരുന്നു. എന്നെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോവായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോ വിഷമം. എന്നാലും ഉണ്ണേട്ടിനൊരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് അത്ര ശരിയായില്ല. കുഞ്ഞ് ദീപേട്ടന്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ അത് നേരത്തെ അറിഞ്ഞതാ. എങ്കിലും ആ കുഞ്ഞ് എന്ത് പഴിച്ചു? അമ്മമാര് ചെയ്യുന്ന തെറ്റിന് അമ്മയുടെ വയറ്റ് കിടക്കുന്ന കുഞ്ഞിനോട് പ്രതികാരം ചെയ്യണോ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായിപ്പോയി. നിനക്കറിയാലോ, എന്നെ ജീവന്റെ ജീവനായി കരുതിയിരുന്ന എല്ലാരെയും, നീ ഉൾപ്പെടെ എല്ലാരും തള്ളിക്കളഞ്ഞത് അവൾക്ക് വേണ്ടിയാ.
വേറെ ആരെ ഉണ്ണേട്ടൻ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഏട്ടനെ പോലെയല്ല. ഒരച്ഛനെ പോലെ നമ്മളെ സ്നേഹിച്ച കണ്ണേട്ടനെ വേദനിപ്പിച്ച നമുക്ക് വളർച്ച ഉണ്ടാവില്ല ഉണ്ണേട്ടാ. ഇന്ന് ഞാൻ അരുൺ സാറിന്റെ ഭാര്യ. കണ്ണേട്ടനെ എപ്പോഴും പറയാറുണ്ട് ഭർത്താവിന്റെ വാക്കുകൾക്ക് വേണം മുൻഗണന കൊടുക്കാനെന്ന്. എങ്കിലും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കണ്ണേട്ടനോട് അഭിപ്രായം ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിൽ കണ്ണേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും, അരുൺ സാറ് പോലും. അങ്ങനെയുള്ള കണ്ണേട്ടന് ചെറിയൊരു നെഞ്ചിടിപ്പുണ്ടായ അത് മറ്റാരെക്കാളും കൂടുതൽ എനിക്കറിയാൻ കഴിയും. അത്രയ്ക്ക് ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരടുപ്പമുണ്ട്. എനിക്കറിയാമല്ല, പക്ഷെ ഒരു സമയത്ത് തിരിച്ചറിവില്ലാതായിപ്പോയി എനിക്ക്. പണമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതൊരു പക്ഷേ എന്റെ ഹോസ്റ്റൽ വാസത്തിന്റെ ഫലമായിരിക്കാം, ഫ്രണ്ട്സും ഒത്തുള്ള കൂട്ടുകെട്ടിന്റെ ഫലമായിരിക്കും. എന്തായാലും ശരി, ഇടയ്ക്ക് ഞാൻ ഒരുപാട് മാറി. ആ മാറ്റം എന്നെ അടിമുടി തകർക്കുകയും ചെയ്തു. ഉണ്ണേട്ടന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നൂടെ? അല്ലെങ്കിൽ കണ്ണേട്ടന്റെ അരികിലേക്ക് പോയിക്കൂടെ? അവിടെ എല്ലാവരും ഉണ്ടല്ലോ, അമ്മ ഉൾപ്പെടെ. ഒന്നും വേണ്ട മോളെ, ആർക്കും ശല്യമില്ലാതെ ജീവിക്കണം. അതാണ് ഇനി എന്റെ ആഗ്രഹം. ഉണ്ണേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. വെറുതെ കള്ളം പറയരുത്. നമ്മുടെ കടയിലേക്ക് ചെന്നാലേ ഉണ്ണേട്ടന് ആവശ്യമുള്ളതെല്ലാം കിട്ടും. ഉണ്ണേട്ടന് വേണ്ടതൊക്കെ പവിത്രടുത്തി പാകപ്പെടുത്തി തരും. ഞാൻ അവിടെ പോയി വയറ് നിറച്ച ആഹാരം കഴിച്ചു. ഒരാളുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല കാർത്തു, നല്ല മനസ്സോടെ അവരതുണ്ടാക്കി തരുമ്പോഴാ രുചിയോടെ നമുക്കത് കഴിക്കാൻ പറ്റുന്നത്, വയറ് നിറയുന്നത്. ഇന്നേതായാലും നന്നായി നിറഞ്ഞു. രണ്ടാളും കൂടി വീണ്ടും പോയിട്ടുണ്ട് കാർത്തൂനെ കാണാൻ. എന്നെ കൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിച്ചോണ്ടാ പോയത്. പുതിയ സ്നേഹത്തിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തി ഫോൺ വെച്ചോളൂ. എന്തോ ചെമ്മ? വീണ്ടും അവനും അവളും കൂടി കാർത്തൂനെ കാണാൻ പോയിട്ടുണ്ട്, പലഹാരമായിട്ട്. അവര് പുറപ്പെട്ടോ? പുറപ്പെട്ടുന്ന ഏട്ടത്തി വിളിച്ച് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവരവിടെ എത്തുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. അവരെത്തും മുന്നേ എനിക്ക് ചെന്നേ പറ്റൂ. ഞാനിവിടെ വരാം മോളെ. വേണ്ട, അമ്മയെ കണ്ട അവര് കടിച്ചു കയറാൻ വരും. പലഹാരമായിട്ട് പോയതല്ലേ, അതിനകത്ത് എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ച അതിനുള്ള സാധ്യത വളരെ കൂടുതലാ. ഇതിനു മുമ്പ് പോയപ്പോ ഒന്നും ചെയ്തില്ല. അത് മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനാ. മോള് പറഞ്ഞ ശരിയാ. ഏട്ടത്തി അവിടെ നിന്ന് മാറ്റിയത് എന്തോ മുന്നിൽ കണ്ടോണ്ട് തന്നെയാ. ഏതായാലും തിരിച്ചു പോവാൻ ഞാൻ ഏട്ടത്തിയോട് വിളിച്ച് പറയുന്നുണ്ട്. മഞ്ജുവിന്റെ പ്രസവത്തിന്റെ കാര്യമില്ലെന്ന് കരുതിയിട്ടാ അവന്റെ അമ്മയെ അനന്തുവിനൊപ്പം വിട്ടത്. അത് വലിയ തലവേദനയാവുന്ന തോന്നുന്നേ. പലഹാരം ഉണ്ടാക്കി കൊടുത്തത് അമ്മായി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ കുറ്റം അമ്മയുടെ തലയിൽ ചാര. അതെങ്ങനെ പറ്റും മോളെ? ഏട്ടത്തി കാർത്തൂന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ഇത്രയും നാളും അവർക്കൊപ്പം ഏട്ടത്തി കഴിഞ്ഞത്. എങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ അതിൽ നൂരി പോകാൻ മഞ്ജു ചേച്ചി മിടിക്കുക. ആരാണോ എന്തോ അവരെ ജനിപ്പിച്ചത്. അല്ല, ചില നേരത്ത് അവരമ്മയുടെ മകളല്ലാന്ന് തന്നെ തോന്നിപ്പോവാ. ഞാനേതായാലും പോയിട്ട് വരാമേ. മോളോട് എത്തുന്നതിന് മുമ്പ് ഞാൻ അരുണിനെ വിളിച്ച് വിവരം പറയാം. അരുണേട്ടനെ വിളിക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഇവിടെ എത്തുമല്ലോ. എന്നാ മോള് വേഗം എത്താൻ നോക്ക്. മഞ്ജു ചേച്ചി ഇവിടെ എങ്ങാനും വന്ന് നിൽക്കും. നമ്മൾ എന്താ പറയുന്നെന്ന് കേൾക്കാൻ. ദേ, ഇതിനകത്ത് ഉറപ്പായിട്ട് എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നോ? മാളുവിന്റെ പോലെ തന്നെ മഞ്ജു എടുത്തും ചിന്തിച്ചു തുടങ്ങിയതാ. അതുകൊണ്ടാ ഇങ്ങനെ ഒരു മാറ്റം. എന്നെ പോലെ അവരങ്ങനെ ചിന്തിക്കത്തില്ല. ഞാൻ മാറിയെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ കരള് ദാനം ചെയ്തു എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെയെങ്കിൽ അത് എന്നോട് കൂടി പറഞ്ഞൂടെ? ചിലതൊന്നും പറയാൻ പറ്റില്ല.
എനിക്കിനി കാർത്തുവെച്ച് എന്നും ഇങ്ങനെ കാണണം. ആരും ചേച്ചിയെ അപായപ്പെടുത്താൻ പാടില്ല. അമ്മയും കൂടെ വരുന്നെന്ന് പറഞ്ഞതാ ഇവരിവിടേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞിട്ട്. പിന്നെ കണ്ടു കഴിഞ്ഞാ അമ്മയെ കടിച്ചു കീറാൻ ചെല്ലുമല്ലോ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് വരണ്ടാന്ന്. മിക്കവാറും ഏട്ടത്തിയുടെ പഴയ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും. അതെന്റെ പ്രാർത്ഥനയായിരുന്നു. ചേച്ചി എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും പറയണ്ട മോളെ. ഈ ലോകത്ത് മാറാത്ത മനുഷ്യരില്ല. ഉണ്ടെന്നവര് തെളിയിച്ചോണ്ടിരിക്കുകയല്ലേ. മുത്തശ്ശൻ സ്വത്ത് കൊടുക്കില്ലാന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിലാ രണ്ടാളും. അനന്തുവേട്ടന് സമ്പത്തിനോടൊക്കെ വലിയ ആർത്തിയാ. അപ്പച്ചി ഈ രീതിയിലൊക്കെ സംസാരിച്ചു. ഇനി അമ്മായിയോട് ചോദിക്കേ. അമ്മായി ഇങ്ങനെ തന്നെ സംസാരിക്കൂ. എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കരുതണം. അവരവിടെ ഇരിക്കുവാ. ആ നേരത്തെ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. കേട്ടാ മോശവാ. കാരണമില്ലാതെ പലഹാരമായിട്ട് വന്നിരിക്കുക. എന്തോ മനസ്സിൽ കണ്ടിട്ട്. കാർത്തുവെച്ച് മാറിക്കേ. അച്ചപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമായിട്ടാ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഏട്ടത്തി ഉണ്ടാക്കിയതല്ല, സാറിന്റെ അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളാ. അതാ കഴിക്കരുതെന്ന് മാള് പറയുന്നത്. അമ്മായി കൊണ്ടുതരുന്നത് എന്തായാലും അത് ഇഷ്ടപോലെ ചേച്ചിക്ക് കഴിക്കാം. ഇവിടെ അമ്മായി ഉണ്ടാക്കിയത് അവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്ന വഴിക്ക് ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പറ്റൂ. അല്ല മഞ്ജു, ഇനി മാളു ആ പലഹാരം കഴിക്കൂ? കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ. നമ്മൾ രണ്ടുപേരും അല്ലാതെ നമ്മുടെ കുടുംബസ്വത്തിന് ആരൊക്കെ അവകാശികൾ ഉണ്ടാവും പോന്നെ? മാളു, കാർത്തു, അരുൺ, 3 പേരും കൂടി ആ പലഹാരം കഴിക്കട്ടെ. 3 പേർക്കും വട്ടാവട്ടെ. ഇത് തന്നെയായിരുന്നു മരുന്ന് മോരി കലക്കിയപ്പോഴും നീ പറഞ്ഞത്. അപ്പച്ചിക്കും അരുണനും കാർത്തൂനും ഒക്കെ ഭ്രാന്ത് വരട്ടെന്ന്. എന്നിട്ട് സംഭവിച്ചതോ? മോര് കുടിച്ചത് കരുണ. ഞാൻ ആദ്യം ആ വൈദ്യരെ ഒന്ന് സംശയിച്ചതാ. എന്ന കണ്ണന്റെ മാമന് ഭ്രാന്തായതോടെ എനിക്കയാളെ കൂടുതൽ വിശ്വാസമായി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 3 പേര് ചെവിയിൽ പൂ വെച്ച് നടക്കുന്ന കാണാൻ പറ്റും. നിങ്ങളുടെ അനിയനും എന്റെ അനിയത്തിയും ഉൾപ്പെടെ 3 പേരും. എന്തായാലും അപ്പച്ചി നമ്മളെ സംശയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. സംശയിച്ചാലും നമ്മൾ തെറ്റിയതിന് തെളിവൊന്നുമില്ലല്ലോ. കണ്ണനും അയാളുടെ കൂട്ടുകാരനാ പപ്പനും പിന്നെ വേറെടുത്തുണ്ടല്ലോ ദീപൻ. അവനൊക്കെ തനി ഗുണ്ടകളുടെ സ്വഭാവ. സംശയം ഉണ്ടെങ്കിൽ വീട് കയറി ആക്രമിക്കും. അതുകൊണ്ട് ഇനി ഇത് കേസായി കഴിഞ്ഞാൽ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ നമ്മൾ ചിലപ്പോ എല്ലാം തുറന്നു പറഞ്ഞെന്നും വരും. മരിക്കേണ്ടി വന്നാലും ഒന്നും തുറന്നു പറയരുത്. ഞാൻ തുറന്നു പറയത്തില്ല, നീ ഒന്നും പറയാതിരുന്നാ മതി. എന്റെ അമ്മയുടെ മുന്നിലൂടെ ഭ്രാന്തെടുത്ത് ആ കാർത്തു എന്ന് പറയുന്നവൾ ഓടണം. എനിക്കത്രേ ഉള്ളൂ. അല്ലാതെ മാളവിനും അരുണിനും സമനില തെറ്റണമെന്ന് എനിക്കില്ല. പിന്നെ അങ്ങനെ സംഭവിച്ചു പോയാ അത് വിധി. മാളു കൃത്യസമയത്ത് അവിടെ വന്നതുകൊണ്ട് നമ്മൾ സംശയിക്കണം മഞ്ജു. ആ പലഹാരം ഇനി കാർത്തു കഴിക്കുമെന്ന്. ഞാൻ സ്നേഹത്തോടെ കൊടുത്തതുകൊണ്ടേ കഴിക്കും. ഇതിനു മുൻപ് നമ്മുടെ കാലക്കേടിന് അവിടെ ഒരു കാലിനെത്തി ജയിലിൽ നിന്ന് അവളുടെ മാമൻ. അതുകൊണ്ട് മാത്രം അവൾ ആ മോര് കുടിക്കാതിരുന്നത്. അല്ലെങ്കിലേ ഇപ്പൊ അവളെയും കൊണ്ട് എന്റെ അമ്മയും നിങ്ങളുടെ അനിയനും ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കണ്ടേനെ. നമ്മൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞിട്ടായിരിക്കോ മാള് വന്നത്? അവളതെങ്ങനെ അറിയാനാ? അവിടെ ഒരാളുണ്ടല്ലോ, എന്റെ അമ്മ. എല്ലാം അപ്പപ്പം മറ്റുള്ളവരുടെ കാതിലെത്തിക്കാൻ. അമ്മായിയാ പലഹാരം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് പലഹാരം കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദി നമ്മളല്ല, അമ്മായിയാ. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ വന്നാ മതിയായിരുന്നു. വാല് മാറ്റാൻ നിങ്ങൾ എന്താ ഹനുമാനാണോ? ഹനുമാനല്ലടാ, ഭീമൻ. ഭീമൻ കൂടുതൽ അയാളോട്ട് ഇടയണ്ട. നമുക്ക് വൈരാഗ്യമൊന്നുമില്ല അയാളോട്ട്. പക്ഷെ നമ്മള് കാരണം ഇയാൾ ഇങ്ങനെ ആയത്. എന്താടാ രണ്ടും കൂടെ ചെവിയെ കടിച്ചു പറിക്കുന്നത്? നിന്നെ ഇതിപ്പം ചേട്ടൻ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളെ രണ്ടിനെ ഈ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. വരുത്തരാണോ? അല്ല, ഞങ്ങൾ ഈ നാട്ടുകാരാ. എങ്ങോട്ട് പോകുന്നു? അങ്ങ് ഊട്ടിക്കാ. അയ്യോ, ഊട്ടിക്കാണോ? എന്നാ ഞാനും കൂടെ വരാം. കുറെ നാളായി ഊട്ടിക്ക് പോണോന്ന് ആഗ്രഹിക്കുക. എത്രയും പെട്ടെന്ന് ചേട്ടൻ നല്ലൊരു ഡോക്ടറെ. എന്തിനാ ഊട്ടിക്ക് പോകാനാ? അല്ല, എന്തെങ്കിലും അകത്ത് ചെന്നിട്ടുണ്ടെങ്കിലേ അതിന് മറുമരുന്ന് കഴിക്കണം. ഇവളെയും കൊണ്ട് നീ എങ്ങോട്ട് പോവാന്നൊക്കെ എനിക്കറിയാം.
വിലാസിനയുടെ മോളല്ലോടി നീ. അഴിഞ്ഞാടിക്കോടി, അഴിഞ്ഞാടിക്കോ. ആടടി. നിന്റെ അമ്മ വിലാസിന് കുറെ അഴിഞ്ഞാടിയതാ ഇവിടെ കിടന്ന്. എടാ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇത് കുറച്ച് പലഹാരങ്ങളാ. മഞ്ജു ചേച്ചിക്ക് വിശേഷമുള്ളതല്ലേ, അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ. ഇവിടെ അവരില്ലെന്നറിഞ്ഞിട്ടാ ഞാൻ വന്നത്. അമ്മ ഉണ്ടാക്കിയതാന്ന് പറയണ്ട, പറഞ്ഞ കഴിക്കില്ല. ഇതാ. എന്തൊക്കെയുണ്ട്? ഉണ്ണിയപ്പ അച്ചപ്പൊക്കെ ഉണ്ട്. അയ്യോ, അത് ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിയല്ലോ. എങ്കിലും അമ്മായിക്ക് അറിയാലോ, അമ്മ ഉണ്ടാക്കിയതൊക്കെ മഞ്ചേച്ചിക്ക് ഇഷ്ടാ. എന്ന് കരുതി അമ്മായി എടുത്ത് കഴിക്കരുത് കേട്ടോ. നല്ല മധുരവും നെയ്യൊക്കെ ഉള്ള കൂട്ടത്തിലാ. അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മധുരം കഴിക്കാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ തൊടില്ല കേട്ടോ. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യേ, ഇത്തിരി സമയം നിൽക്ക്. ഇവിടുന്ന് ഉണ്ടാക്കിയത് കുറച്ച് തന്നുവിടാ. വേണ്ടമ്മായി, അവിടെ ഒരുപാട് ഇരിക്കുക. പിന്നെ ഇതിപ്പോ കഴിക്കേണ്ടത് ചേച്ചിയല്ലേ. ഇവിടെ വന്ന ശേഷം ഞാൻ അങ്ങോട്ടൊന്നും വന്നില്ല. അവിടേക്ക് വരണോന്നും പറഞ്ഞിരിക്കയായിരുന്നു. അമ്മയും മോളും തമ്മിലുള്ള അകൽച്ച മാറണമല്ലോ മോളെ. അമ്മയ്ക്ക് അകൽച്ച ഒന്നും ഇല്ലല്ലോ. ഇവിടെ രണ്ടുപേർക്കല്ലേ ആരെയും പിടിക്കാത്തത്. മഞ്ചേച്ചിയുടെ കാര്യം പോട്ടെ, ഇപ്പോ ആനന്ദവേട്ടനും അമ്മയുടെ വെറുപ്പാണല്ലോ. അവര് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ പലപ്പോഴായിട്ട് കാർത്തൂനെ കാണാൻ പോയി രണ്ടാളും. അതിലെന്തെങ്കിലും ചതിയുണ്ടോ അമ്മായി? എന്താണെന്നൊന്നും അറിയില്ല. മഞ്ജുവിനിപ്പം നല്ല മാറ്റമുണ്ട്. എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാ. അതിലെ കാര്യമുണ്ട്. അമ്മായി വന്നതോടെ ജോലിക്കാരി പോയില്ലേ, അവർക്കിനി ശമ്പളം കൊടുക്കണ്ടല്ലോ. പോട്ടെ മോളെ, ഇനി പ്രസവം കഴിയുന്നതുവരെ ഞാൻ കൂടെ നിൽക്കും. തറവാട്ടിലെ ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞാ. അത് ആരോഗ്യമുള്ള കുഞ്ഞാവണം. ആഹാ, വന്നോ? കാർത്തൂന് പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുത്തോ? കൊടുത്തമ്മായി. ഞങ്ങൾ ചെല്ലുമ്പോ മാളു അവിടെ ഉണ്ടായിരുന്നു. മാളുവോ? അവളവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാര്യം അമ്മ അപ്പച്ചോട് അങ്ങനെ വിളിച്ചു പറഞ്ഞു. ഏയ്, ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ ചെല്ലുമ്പോ അവളവിടെ ഉണ്ടായിരുന്നു. ആ, പലഹാരം കൊടുത്തപ്പോ കാർത്തു എന്തു പറഞ്ഞു? അവൾക്ക് വലിയ സന്തോഷായി. മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടത്. കൊണ്ടുപോയ പലഹാരം ചായക്കൊപ്പം ഞങ്ങൾക്ക് തന്നായിരുന്നു. പക്ഷെ ഞങ്ങള് കഴിച്ചില്ല. ഇവിടെ നിരത്തി വെച്ചിരിക്കല്ലേ, പിന്നെ എന്തിനാ അവിടുന്ന് കഴിക്കുന്നത്? ഇത് കുറച്ച് പലഹാരങ്ങളാ. മഞ്ജു ചേച്ചിക്ക് വിശേഷമുള്ളതല്ലേ, അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ. ഇവിടെ അവരില്ലെന്നറിഞ്ഞിട്ടാ ഞാൻ വന്നത്. അമ്മ ഉണ്ടാക്കിയതാന്ന് പറയണ്ട, പറഞ്ഞ കഴിക്കില്ല. അമ്മായി എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നിങ്ങള് തമ്മില് ഇതുപോലെ സ്നേഹത്തോടെ പോയാ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ അമ്മമാരായിരിക്കും. കാർത്തൂന്റെ വീട്ടിലേക്ക് മാത്രമല്ല, ദേവിയുടെ വീട്ടിലേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി പോണം. ശരത് തന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പോഴൊക്കെ പറയാറുണ്ട് അമ്മയും മോളെയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്. മോളുടെ അച്ഛനെ പോലൊരു പാവ അച്ഛൻ ഈ ലോകത്ത് കാണില്ല, അതറിയാലോ. ഇനി ഏതായാലും ഞങ്ങൾക്ക് ആരോടും വഴക്കില്ലമ്മേ. സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം ഞങ്ങൾ ആരോടും സംസാരിക്കുന്നുമില്ല. എന്തെങ്കിലും തരുന്നെങ്കിൽ തരട്ടെ. നിങ്ങൾ വഴക്കൊന്നും ഇടാതെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയാ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഇനിയിപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാത്തോണ്ട് വല്ലാത്തൊരു നെഞ്ചടിപ്പായിരിക്കും. എന്തിനാ ചേച്ചിയുടെ നെഞ്ചടിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കും, അത്ര തന്നെ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു മോളത് അവിടെ കൊണ്ടേ കൊടുക്കുമെന്ന്. ഇവിടുന്ന് കൊണ്ടുപോയത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? എന്റെ ചേച്ചിയുടെ വീടാണ് ലാബ്, ചേച്ചിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് സാറിന്റെ അമ്മ കഴിച്ചാലോ? അമ്മായി കഴിക്കത്തൊന്നുമില്ല, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ചേച്ചിയും ചേട്ടനും കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാലോ അത് കാർത്തു വെച്ചേ കൊല്ലാൻ കൊണ്ടുവന്നാണെന്ന്. ചേച്ചി വിഷമിക്കണ്ട, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ. ഏതായാലും കുറച്ച് കഴിയുമ്പോ ഇതിന്റെ റിസൾട്ട് അറിയാം. ശരി ചേച്ചി.
അപ്പോ നീ ആ പലഹാരം അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു അല്ലേ? ഞാനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. അപ്പൊ അവര് ചെയ്തതും ചതിയല്ലേ? അതുപോലെ തന്നെ അമ്മായിയോട് വിളിക്കാൻ പറഞ്ഞാലും അമ്മായിക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നും. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വെറുതെ അബദ്ധം കാണിക്കരുത് കേട്ടോ. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ നമ്മള് വലിയ സ്നേഹമൊക്കെ കാട്ടുന്നോണ്ട് അവൾക്ക് സംശയം തോന്നില്ല. നിന്റെ ഈ എടുത്തിയാട്ടമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം. ഇനി എന്നെ കുറ്റപ്പെടുത്തിക്കോ. കാർത്തുമോൾ എന്തെടുക്കുവാ? ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യായിരുന്നു. ഇന്നലെ തലവേദന ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയോ? മാറിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓ, സൂക്ഷിക്കണം കേട്ടോ. ഇപ്പൊ പല അസുഖങ്ങളുടെയും തുടക്കം തലവേദനയെന്നാ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല എടുത്തി. ഇടയ്ക്ക് അരുണിനെയും കൂട്ടി ഇങ്ങോട്ടൊക്കെ വരുവോ? ഉറപ്പായിട്ടും വരും. ഈ ഞായറാഴ്ച തന്നെ നോക്കാം. എന്നാ ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാട്ടോ. അവക്കൊരു കുഴപ്പമില്ല. ആ വൈദ്യം ചതിച്ചെന്നാ തോന്നുന്നേ. എന്തുപറ്റി? എന്താന്നറിയില്ല, വയറിനകത്തൊരു വേദന. ഡോക്ടറെ വിളിക്കണോ? അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. വേദന കൂടി കൂടി വരിക. ഹോസ്പിറ്റലിൽ പോണോ? വാ, നീ അകത്തേക്ക് വാ. അമ്മേ, അമ്മേ. അയ്യോ, എന്താ എന്താ മോളെ? ഇവക്ക് നല്ല വയറുവേദന. സഹിക്കാൻ പറ്റുന്നില്ല അമ്മായി, എനിക്ക് തീരെ വയ്യ. എഴുന്നേക്കുന്ന ഹോസ്പിറ്റലിൽ പോവാം. പെട്ടെന്ന് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞതാ വീടിന് പുറത്തു പോകരുതെന്ന്. മോളെ, എനിക്ക് തീരെ വയ്യ. ഞാനിപ്പോ ചാവയ്യോ. നീ വിഷമിക്കാതെ. അമ്മ, ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. പേടിക്കണ്ട മോളെ. മോളെ, ഒന്നുമില്ല. ഏട്ടത്തിയാണല്ലോ. അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആ, എന്റെ ഏട്ടത്തി. ദേവ് കൊടുത്തുവിട്ട പലഹാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? എന്ന് പറ്റി ഏട്ടത്തി? അത് കഴിച്ചോണ്ടാണോന്ന് അറിയില്ല. മഞ്ജുവിന് പെട്ടെന്നൊരു വയറുവേദനയും തളർച്ചയും ഉണ്ടായി. അനന്തു അവളെയും കൊണ്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ആ പലഹാരം ഞാൻ ഉണ്ടാക്കിയതല്ല ഏട്ടത്തി. പിന്നെ അത് ഏട്ടത്തി ഉണ്ടാക്കിയ പലഹാരം തന്നെയാ. ഞാനോ? മാളു അത് കൊണ്ടുവന്നപ്പോഴും ഞാനൊന്ന് സംശയിച്ചതാ. ഇന്ന് ഞാൻ കാർത്തൂർ ഉണ്ടാക്കി കൊടുത്തുവിട്ട അതേ പലഹാരം തന്നെയാ മാളു എന്റെ കൈ കൊണ്ടു തന്നത്. കാർത്തൂന് മഞ്ജു കൊണ്ടുപോയി പലഹാരം തന്നെയാ മാളു അവിടെ കൊണ്ടു തന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അനന്തു ആകെ വയലന്റ് ആണല്ലോ. മഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അതിന് കാരണക്കാരി അവള് തന്നെ ശരത്തേട്ട. താൻ പലഹാരം ഉണ്ടാക്കി കൊടുത്തെന്നാണല്ലോ അവനിപ്പോ പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ലെന്ന് ശരത്തേട്ടന് അറിയാലോ. ഏട്ടത്തി ഉണ്ടാക്കിയ പലഹാര കാർത്തൂന്റെ അരികിൽ നിന്നും മാള് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞു പോയില്ലേ? അതിൽ എനിക്കും വിഷമമുണ്ട്. മാളുവിനോട് പലഹാരം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ ഞാൻ പറഞ്ഞതാ. പക്ഷെ അവള് കേട്ടില്ല. മാളുവിനെന്താ മഞ്ജുവിനോട് ഇത്ര ദേഷ്യം? മഞ്ജു അനാഥയാണെന്ന് മാളു അറിഞ്ഞോ? അതെങ്ങനെ അറിയാനാ? അല്ല, ഇടയ്ക്ക് താൻ തന്റെ അച്ഛനെ കാണുമ്പോ മഞ്ജുവിനെ വിമർശിക്കുന്നുണ്ട്. അവിടെ അച്ഛനമ്മമാരെ പഴിക്കാറുമുണ്ട്. അതൊക്കെ മാളു കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പിന്നെന്താണ് മഞ്ജുവിനോട് അവൾക്ക് ഇത്ര അകൽച്ച? ഇപ്പോൾ അവൾ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നത് കാർത്തൂനെയാ. അതിന് കാരണമുണ്ടല്ലോ. മാളുവിന് ജീവൻ പകുത്തു കൊടുത്തവളല്ലേ കാർത്തു. പക്ഷേ അന്ന് പോലും കാർത്തുവിനോട് മാളുവിന് സ്നേഹമില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്. അത് ഒരു നല്ല മാറ്റമല്ലേ ശരത്തേട്ട? കാർത്തൂനെ പോലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് ചേർന്ന് നിൽക്കേണ്ടവളല്ലേ മാളു? അതൊക്കെ ശരിയാ. പക്ഷെ മാളു മാത്രമല്ല, താനും മഞ്ജുവിനെ തള്ളിക്കളഞ്ഞിട്ട്
കാർത്തുവിന്റെ അരികിലേക്ക് പോവാ. മഞ്ജുവിന്റെ സ്വഭാവം പഴയതിൽ മോശമായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കാർത്തൂനെ അരുൺ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവൾ കൂടുതൽ കൂടുതൽ അപകടകാരിയെ കൊണ്ടിരിക്കുക. അതിന് തുടക്കമിട്ടത് താൻ തന്നെയല്ലേ? കാർത്തുവിനെ ആദ്യം താൻ വെറുത്തു, പിന്നെ കുട്ടികളെ വെറുക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ കാർത്തുവിനെ സ്നേഹിച്ചു തുടങ്ങി. പിന്നാലെ മാളവും. മഞ്ജുവിനങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാത്തിന്റെയും തുടക്കം താനല്ലേ? എങ്കി ഇപ്പൊ കേക്ക് മുറിച്ച് ഭാര്യയും ഭർത്താവും കൂടി ആഘോഷിച്ചേനെ. സാറിന്റെ കുടുംബത്തില് ആദ്യമായിട്ടൊരു കുഞ്ഞു ജനിക്കാൻ പോയതാ. അതിനെന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ ഭയം. മാളൂന് ഒരു തിരിച്ചടി ഉണ്ടായത് ദീപാവലിയുടെ അന്ന് തന്നെ കൊല്ലാൻ നോക്കിയപ്പോഴാ. ആ സംഭവത്തിന് ശേഷം മാളൂനൊരു മാറ്റം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ അഭിനയമൊക്കെ നിർത്തിയിട്ട് എന്റെ ഏട്ടത്തി മാറട്ടെ. അതിന് ചിലപ്പോ ഇതൊരു നിമിത്തം അയക്കും. എന്തായി അപ്പച്ചി? കുഞ്ഞു പോയി. മഞ്ജുന് അബോഷനായി. ഞാൻ പറഞ്ഞതാ മാളുവിനോട് ആ പലഹാരം കൊണ്ടുപോയി മഞ്ജുവിന് കൊടുക്കരുതെന്ന്. ഇവിടെ നിന്നിറങ്ങിയ മാളു അത് കളയൂന്നാ പറഞ്ഞത്. പക്ഷേ നമ്മുടെ അത്രയും പക്വത മാളു കാട്ടിയില്ല. കാർത്തൂനെ കൊല്ലാൻ വന്ന മഞ്ജു അനുഭവിക്കണമെന്ന് തന്നെയായിരുന്നു മാളുവിന്. കുഞ്ഞു പോയതിൽ വിഷമുണ്ട് അപ്പച്ചി. പക്ഷെ എന്തൊക്കെയാ അവര് കാട്ടിക്കൂട്ടുന്നത്? പലഹാരം കൊണ്ടുകൊടുത്തപ്പോ ഏട്ടത്തിയോട് പറഞ്ഞിരുന്നു ഞാനുണ്ടാക്കിയ പലഹാരമാണെന്ന്. അതറിഞ്ഞ മഞ്ജു കഴിക്കില്ല, അതുകൊണ്ട് പറയണ്ടെന്നൊക്കെ. പാവം ഏട്ടത്തി അത് വിശ്വസിച്ച് അവളോടൊന്നും പറഞ്ഞില്ല. മഞ്ജു ആണെങ്കിലോ ഏട്ടത്തി ഉണ്ടാക്കിയ പലഹാരമാണെന്ന് വിശ്വസിച്ച് അത് കഴിക്കുകയും ചെയ്തു. പക്ഷെ അപ്പച്ചി അല്ലല്ലോ അത് ഉണ്ടാക്കിയത്, എന്റെ അമ്മ തന്നെയല്ലേ. അതിനകത്തല്ല അവര് വിഷം ചേർത്തത്. എന്തിനും ഏതിനും എന്നെയും കാർത്തൂനും കുറ്റപ്പെടുത്താൻ ഇരിക്കുന്നവര് അത് സമ്മതിച്ചു തരില്ലല്ലോ. ഞാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു എന്നായിരിക്കും പറയുന്നത്. എന്നാലും കുഞ്ഞു പോയല്ലോ അപ്പച്ചി. പോയതല്ല, അതിനെ കളഞ്ഞതാ അവളുടെ പ്രവൃത്തി തന്നെ. ഞാനും മാളൂനെ വിളിച്ചു പറഞ്ഞായിരുന്നു മഞ്ജു അടുത്തേക്കൊന്നും കൊണ്ടുപോയി കൊടുക്കരുതെന്ന്. എന്നിട്ടും കേട്ടില്ല. മാളൂനിപ്പോ എന്നേക്കാളും ദേഷ്യം മഞ്ജുവിനോട്. സ്വന്തം ചേച്ചിയാണെന്നൊരു ചിന്തയില്ല. എന്റെ ചേച്ചി കാർത്തുവാണെന്നൊക്കെയാ പറയുന്നേ.